വീട്ടമ്മമാർ കേക്ക് ഉണ്ടാക്കി അവരുടെ നെയ്ബറിങ് ഏരിയാസിൽ സെർവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന് സെർവ് ചെയ്യുന്നു. ഇതൊന്നും പ്രാക്ടിക്കലി പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ ഇൻ കേസ് ആ കേക്കിലൊരു കണ്ടാമിനേഷൻ വന്നു, അല്ലെങ്കിൽ ആ കേക്ക് ഒരു ഫുഡ് പോയ്സണിങ് വന്നു എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇഷ്യൂ. ഈ കണ്ടാമിനേഷൻ വന്നു എന്നുള്ളത് ഒരു ഇഷ്യൂ, അതിൻ്റെ ഇമ്പാക്ട്സ് വേറെ. രണ്ടാമത്തെ ഒരു ഇമ്പാക്ട്സ് എന്ന് പറഞ്ഞാൽ ദിസ് ബിസിനസ് ഈസ് റൺ വിത്തൗട്ട് എനി ലൈസൻസ്. അവിടെ ഒരു 5 വർഷമോ 10 വർഷമോ റൺ ചെയ്യുന്ന ബിസിനസ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ഒരു ഇഷ്യൂ വരുമ്പോഴാണ് നമ്മളിത് പബ്ലിക്കലി അങ്ങനെ ആവുന്നത്, ഇതൊരു ലൈസൻസ് ഇല്ലാണ്ട് റൺ ചെയ്തു എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് വലുതായിരിക്കും. കേക്ക് ഉണ്ടാക്കുന്ന ഒരാൾ, അയാളൊരു FSSAI രജിസ്ട്രേഷൻ എടുത്ത് കേക്ക് ഉണ്ടാക്കി വിൽക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. അപ്പോൾ FSSAI രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ്സ് പാലിക്കണം. ഇപ്പോൾ കേക്ക് ഉണ്ടാക്കണേ അതിനൊരു സെപ്പറേറ്റ് റൂം, അല്ലെങ്കിൽ അതിനൊരു നമ്പർ, അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ റെഗുലേഷൻസ് പാലിച്ച് ഇത് ചെയ്യണം. അങ്ങനെ ഇനിഷ്യലി മുതൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. ഒരു പാഷൻ എന്നുള്ളത് ഒരു ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴെങ്കിലും അവരത് ഒരു രജിസ്റ്റേർഡ് ആയിട്ടൊരു ഓർഗനൈസ്ഡ് ബിസിനസ്സായിട്ട് ചെയ്യണം.